ലാപ്രോസ്കോപ്പി അഥവാ കീഹോൾ സർജറി എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ രസകരമായിട്ട് തോന്നുമെങ്കിലും സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾക്കും ഭീതിക്കും വഴിയൊരുക്കാറുണ്ട്. അങ്ങനത്തെ 3 ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത്, ലാപ്രോസ്കോപ്പിയിലെ കാഴ്ച വളരെ പരിമിതമാണ്. അത് ശരിയല്ല. ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത് താക്കോൽ ദ്വാരം പോലെയുള്ള ചെറിയ മുറിവുകളിലാണെങ്കിലും അതിലൂടെ കടത്തിവിടുന്ന ലാപ്രോസ്കോപ്പ് അഥവാ ടെലിസ്കോപ്പിന് 3 ഇരട്ടി മാഗ്നിഫിക്കേഷനും 4K ക്ലാരിറ്റി റെസൊല്യൂഷനും തരാൻ പറ്റും. അത്രത്തോളം പവർഫുൾ ആണ്. അപ്പോൾ കാഴ്ച ഒരിക്കലും പരിമിതമല്ല. 2, നേരത്തെ സിസേറിയനുകളോ വേറെ ഏതെങ്കിലും ശസ്ത്രക്രിയകളോ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലാപ്രോസ്കോപ്പിക്ക് ഒരു പരിമിതിയാണെന്ന് പറയാറുണ്ട്. തീർത്തുമല്ല. ഏതൊരു സർജറി നടന്നിട്ടുണ്ടെങ്കിലും സിസേറിയനോ വേറെ എന്തെങ്കിലും ആവട്ടെ, അത് ചെയ്യാൻ ലാപ്രോസ്കോപ്പിക്ക് ഒരിക്കലും ഒരു പരിമിതിയാവില്ല. 3, ഗർഭപാത്രത്തിൻ്റെയോ മുഴകളുടെയോ സൈസ് വളരെ വലുതാണെങ്കിൽ അത് കീഹോൾ സർജറി വഴി റിമൂവ് ചെയ്യാൻ പറ്റാറില്ലെന്ന് പറയാറുണ്ട്. അതും തെറ്റാണ്. എത്ര വലിയ മുഴയോ ഗർഭപാത്രത്തിൻ്റെ സൈസ് ആണെങ്കിലും അത് കീഹോൾ വഴി ചെയ്ത് ഒന്നെങ്കിൽ യോണി വഴിയോ ഇല്ലെങ്കിൽ ചെറിയൊരു മുറിവ് എക്സ്ട്രാ ആഡ് ചെയ്ത് മിനി ലാപ്രോട്ടമി വഴിയോ മോർസിലേറ്റർ എന്നുള്ളൊരു മെഷീനിലൂടെ പീസായിട്ട് ആ വലിയ ഫൈബ്രോയിഡിനെ ഗർഭപാത്രത്തിനെ നീക്കം ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ തെറ്റിദ്ധാരണകളോ ചോദ്യങ്ങളോ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലിടുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റീല് ചെയ്യുന്നതായിരിക്കും.